ചിലപ്പോൾ ഹേർട്ടിങ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഹർട്ടിങ് ഒന്നുമില്ല നമുക്ക്. അല്ല, ഇപ്പൊ നമ്മൾ അവരുടെയൊക്കെ മുമ്പിൽ ചെയ്തിട്ടുള്ള അപ്പൊ പിന്നെ അവരൊരു നെഗറ്റീവായിട്ടൊന്നും എടുക്കില്ല, അതൊക്കെ തമാശയായിട്ട് എടുക്കുള്ളൂ. മമ്മൂക്ക ലാലേട്ടൻ അല്ല, മമ്മൂക്ക ലാലേട്ടൻ സുരേഷ് ഏട്ടൻ, മമ്മൂക്ക ലാലേട്ടൻ സുരേഷ് ഏട്ടൻ ദിലീപ് ഏട്ടൻ, 4 പേര് ഒരു അല്ല, അത് വേറെ ഒന്നുമല്ല. ഈ സൗണ്ട് ഒന്നും നോക്കണ്ട കേട്ടോ, ശബ്ദാനുകരണ കാര്യങ്ങളൊന്നുമല്ല. ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ്, ഒരു സീൻ തന്നെ. എടാ മറ്റേ ഇതില്ല, ഒരു സീനാണ്. അതായത് മമ്മൂക്ക എടുത്ത് ഇപ്പൊ അവിടെ നിന്ന് പെൺകുട്ടി വരുന്നു, മറ്റേ സംഭവം അറിയാലോ, ഇത് അറിഞ്ഞു നിർത്തുന്നു, ഐ ലവ് യു എന്ന് പറയണം. ഫോണ്ടോ അത് മമ്മൂക്ക. അതെ, ആദ്യം തന്നെ പേര് പറയാൻ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ കോമഡി ആയി പോകും. ഓക്കെ, നീ എവിടെ നിന്നും അപ്പൊ പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അസിസ്റ്റന്റ് ഡയറക്ടറാണ്. നീ ഡയറക്ടർ ആയിക്കോ, നീ ഡയറക്ടർ. ഏതായാലും കഥയാണല്ലോ അല്ലേ. പ്രൊഡ്യൂസർ ഞാൻ തന്നെയാണ് കേട്ടോ. ആയിക്കോട്ടെ, അപ്പൊ മമ്മൂക്കാനെ വിളിക്കാൻ പോവാണ് കേട്ടോ. നീ എവിടെ നിന്ന് വിളിച്ചാ തരാം. ഇല്ല ഇവിടെ പറയാടോ. ഏതാ ജോർജിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഷോട്ട് റെഡിയാണ്. ഞാൻ റെഡിയല്ല. ഇല്ല 2.5 ഏക്കറല്ലടോ. ആ ജോർജിന്റെ അടുത്ത് സംസാരിച്ചാൽ മതി. ആ സുലുവിന്റെ കയ്യിൽ നിന്ന് പഠിച്ചു. ജോർജ് ഒരു കട്ട ഷോട്ട് റെഡിയാണ്. എന്താ സീൻ? സീൻ പറയുന്നത് നായിക നടന്നു വരികയാണ്. നായിക നടന്നു ഓടി വരട്ടെ. എവിടെ നായിക? എവിടെ? ആ നിൽക്കുന്ന കുട്ടിയാണ് നായിക. ഏതാടോ ഈ ഏപ്രാജി? ബോംബെന്ന് വന്ന. ബോംബെന്ന്? നിങ്ങക്ക് മലയാളികളൊന്നും പറ്റില്ല? അവരാ ക്യാരക്ടറിന് പറ്റുന്ന വെച്ച് അതാണ്. അപ്പൊ ആ കുട്ടി നടന്നു വരുമ്പം വഴിയിൽ വെച്ച് കൈ കാണിക്കണം, തടഞ്ഞു നിർത്തിയിട്ട് ഐ ലവ് യു എന്ന് പറയണം. കുട്ടി നടന്നു വരുമ്പോഴത്തേക്ക് ഞാൻ കൈ കാണിച്ച് ഐ ലവ് യു എന്ന് പറയണം. റൈറ്റേഴ്സ് എവിടെ? അവിടെ റൈറ്റേഴ്സിനെ വിളിക്ക്, സ്ക്രിപ്റ്റ് തരുത്. അവള് എന്നെ കണ്ടിട്ട് ഐ ലവ് യു എന്ന് പറയട്ടെ. ഇനി ലാലേട്ടനാണെങ്കിൽ അവിടെ നിന്ന് വിളിച്ചാ ലാലേട്ടാ. ഞാൻ നമ്മുടെ ഷോട്ട് റെഡിയാണ്. ഷോട്ട് റെഡിയാണ്. ഷോട്ട് റെഡിയാ. ഷോട്ട് ആ നായിക ഉണ്ടല്ലോ. നായിക രസമുള്ള നായികയാണല്ലോ. എന്താ അവളുടെ പേര്? മീനാക്ഷി. അപ്പൊ നായിക മീനാക്ഷി. നായിക നടന്ന് എവിടെയാ അവളുടെ സ്ഥലം? ബോംബെയിലാണ്. ബോംബെ. നായിക നടന്ന് ബോംബെയിലെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. നായിക നടന്നു വരുമ്പോ ലാലേട്ടൻ തടഞ്ഞു നിർത്താണ് വഴിയില്. എന്നിട്ട് കൈ കാണിച്ചിട്ട് നിർത്തിയിട്ട് പറയും ഐ ലവ് യു എന്ന് പറയും. ഞാൻ വേറൊരു സെഷൻ ചോദിക്കട്ടെ? എന്താ? ഇങ്ങനെ നടന്നു വരുമ്പോ കെട്ടിപ്പിടിച്ച് ഇത് തന്നെ സുരേഷ് ഏട്ടനാണെങ്കിൽ ഷോട്ട് റെഡി. ഞാൻ റെഡിയാണ്. നമ്മുടെ സീനെ എടുക്കാമല്ലോ. അതായത് നായിക ഉണ്ടല്ലോ നമ്മുടെ സിനിമയിലെ നിൽക്കുന്ന കുട്ടിയാണ്. നായിക നടന്നു വരുന്നു. നായിക നടന്നു വരുമ്പം സുരേഷ് ഏട്ടൻ തടഞ്ഞു നിർത്തിയിട്ട് കൈ കാണിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയണം. നായിക നടന്നു വരുമ്പോ ഞാൻ കൈ കാണിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയണം. എന്റെ കയ്യിൽ ഇപ്പോ തോക്കുണ്ടോ? തോക്കില്ല. നായികയുടെ കയ്യിൽ തോക്കുണ്ടോ? നായികയിലും തോക്കില്ല. നമ്മുടെ കയ്യിലൊരു തോക്കുണ്ടോ? നമ്മുടെ കയ്യിലൊരു തോക്ക് ഉണ്ടാവും. ആർട്ടിനോട് പറഞ്ഞ് എടുപ്പിക്കാൻ പറ്റും. എങ്ങനെ ഇവിടെ ഫോർഗ്രൗണ്ടിൽ വെക്കും സാറേ? പക്ഷെ കഥയിൽ അങ്ങനെ കുഴപ്പമില്ല, വെച്ചോളൂ. തോക്ക് അവിടെ വെക്കാം. അപ്പൊ എന്നിട്ട് നായിക നടന്നു വരുമ്പം കൈ കാണിച്ച് തടഞ്ഞു നിർത്തിയിട്ട് ഐ ലവ് യു എന്ന് പറയണം. ഓക്കെ, കൈ കാണിച്ചിട്ട് നടന്നു വന്നായില്ല. ഞാൻ വേറൊരു സജഷൻ ചോദിക്കട്ടെ? ഒരു കുട്ടിക്ക് പകരം ഒരു 4 പേര് നടന്നു വന്നിട്ട് 4 പേരും കൂടി എന്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറയട്ടെ. അപ്പോ എന്റെ ഒരു ടൈറ്റ് ഫ്രെയിമിൽ ഞാൻ
നോ എന്ന് പറയും. അല്ല അത് നമ്മുടെ കഥ സിറ്റുവേഷനുമായിട്ട് അങ്ങനെ 4 പേരെ വെച്ച് ചേർത്താൽ ശരിയാവില്ല സാർ, അതുകൊണ്ടാ. റൈറ്റ്. ആ അപ്പോ ഞാൻ വേറൊരു സജഷൻ ചോദിക്കട്ടെ. എന്താ സാർ? അവര് നടന്നു വരുമ്പോ ദാ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഞാൻ ഐ ലവ് യു എന്ന് പറയട്ടെ. ഇനി ദിലീപേട്ടൻ. ദിലീപേട്ടനാണ്. ദിലീപേട്ടൻ. ദിലീപേട്ട. ആ. ദിലീപേട്ട. എന്തേ? നമ്മുടെ ഷോട്ട് റെഡിയാണ്. ആ ഞാൻ റെഡിയാ. ഉദയനോട് ഇരിക്കാൻ പറയും. ചായ കൊടുത്തേക്ക്. ഇല്ലേ ഞാൻ പറയാം. നമ്മുടെ ഒരു ഷോട്ട് റെഡിയാണ്. സീനൊന്ന് എടുക്കാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞാൽ നായിക നടന്നു വരികയാണ്. നായിക നടന്നു വരുമ്പം ദിലീപന്റെ ക്യാരക്ടർ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തിയിട്ട് കൈ കാണിച്ചിട്ട് നല്ല സ്റ്റഡിയായിട്ട് നിന്നിട്ട് ഐ ലവ് യു എന്ന് പറയാം. ഞാൻ കേട്ടില്ല. എന്താ? ഞാൻ വേറെ എന്തോ ചിന്തിക്കുന്നു. അതായത് നായിക നടന്നു വരുമ്പോ സ്റ്റഡിയായിട്ട് നിന്നിട്ട് തടഞ്ഞു നിർത്തിയിട്ട് നല്ല ധൈര്യമായിട്ട് ഐ ലവ് യു എന്ന് പറയണം. നായിക നടന്നു വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയാം. ഓക്കെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ കയ്യിലെ ഒരു റോസാപ്പൂ ഉണ്ടാകുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ആ റോസാപ്പൂ ഉണ്ടെങ്കിൽ നായിക നടന്നു വരികയാണല്ലോ, ഏകദേശം ഇവിടെ ആയിട്ടൊരു ചാണാക്കുഴി ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ വന്നിട്ട് അപ്പേ ഇത് പറഞ്ഞു ഐ ലവ് യു ഇത് പറയട്ടെ. ഇതൊരു ദേഷ്യപ്പെടുന്ന കാര്യത്തില്ല, ഇതൊരു രസമാണ്. അവര് പോലും ആസ്വദിക്കുന്ന ഒരു തമാശയാണ്. അല്ലെ? അറിയാം എന്താകോ എന്തോ. നമ്മളിപ്പോൾ ശരിക്കും കണ്ടോളൂ. നമ്മളിപ്പോ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ആളെ കൊണ്ട് പണിയെടുപ്പിച്ചു, ശേഷം സ്ക്രീനിൽ. അല്ല ഞാൻ നിങ്ങളുടെ പേര് പറയുള്ളൂ. എനിക്ക് വളരെ രസമായിട്ട് തോന്നി, തമാശയായിട്ട് തോന്നി. അപ്പോഴാണ് അവര് വരുമ്പോ എനിക്കറിയാൻ പാടില്ല എന്ന് പറയാൻ പോകുന്നത്. ഇനി